30-ാം തീയതി രാവിലെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ദുരന്തം ഉണ്ടായത്. അതിഭീകരമായ ദുരന്തം 22-ാം തീയതിയാണെന്ന്, അങ്ങനെ പറഞ്ഞാൽ 24 ദിവസങ്ങൾ പൂർത്തിയായി. ഒരുപാട് ദുരന്തങ്ങൾ ലോകത്തിലുണ്ടായിട്ടുണ്ടെങ്കിലും ഇത്ര ഭീകരമായിട്ടുള്ള പുനരധിവാസം, ആളുകളെ കണ്ടെത്തൽ, ഇപ്പോഴും അറിയാത്ത നൂറുകണക്കിന് മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും പുത്തുമലയിൽ പേരില്ലാതെ കോൺക്രീറ്റ് കാലിൽ രജിസ്ട്രേഷൻ നമ്പർ മാത്രമായി കിടക്കുന്ന ഒരു അനുഭവം ഒരുപക്ഷെ സമീപ ഭൂതകാലത്തൊന്നും കേരളം കണ്ടിട്ടില്ല. ആ പ്രശ്നങ്ങളോട് പ്രാധാന്യമുള്ളത് ഏത് എന്ന് കണ്ടുകൊണ്ട് മുൻഗണനാക്രമത്തിലൂടെയാണ് ഗവൺമെൻറ് ഇടപെടുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടമാണ് സ്ഥായിയായ പുനരധിവാസം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 30-ാം തീയതി സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ഇടപെട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി എന്തായിരുന്നു? ചൂരൽമലയിലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയുടെ അപ്പുറത്ത് മുണ്ടക്കയിലും പുഞ്ചിരിമറ്റത്തും അട്ടാമലയിലും ആറാമലയിലും മസ്ജിദ് റോഡിലും പിന്നെ വനറാണിയിലും ബംഗ്ലാവിലും ഒക്കെയായി നിൽക്കുന്ന മനുഷ്യ ശബ്ദങ്ങളെ ശ്വാസത്തോടു കൂടി തിരിച്ചു വരിക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ പ്രയോറിറ്റി. ഞാനിത് ഓർമ്മിപ്പിക്കാൻ കാരണം അന്ന് മുതൽ ആ പ്രയോറിറ്റി അനുസരിച്ചു കൊണ്ടുള്ള വർക്കിലേക്കാണ് ഒരു തരി പോലും ഗ്യാപ്പില്ലാതെ ഗവൺമെൻറ് പോയത്. ഓരോന്നിനും കൃത്യമായ പ്രയോറിറ്റി ഉണ്ടായിരുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ഗവൺമെൻറ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് മുഴുവൻ സംവിധാനങ്ങളും, രാഷ്ട്രീയത്തിനതീതമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, MLA, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, സർക്കാരിൻ്റെ പൂർണ്ണമായിട്ടുള്ള സംവിധാനങ്ങൾ, 18ഓളം വരുന്ന ആർമി മുതൽ ഇങ്ങോട്ട് സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ വരെയുള്ള സേനാംഗങ്ങൾ, വളരെ കൃത്യമായിട്ടാണ് അത് പോയത്. നമ്മൾ ഈ ക്യാമ്പുകൾ ആരംഭിക്കുമ്പോൾ 17 ക്യാമ്പുകളിലായി 983 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. 17 ക്യാമ്പുകളിലായി 983 കുടുംബങ്ങൾ. അതിൽ 10, 11, 12 വാർഡുകളിലായി 794 കുടുംബങ്ങളാണ് ഉള്ളത് എന്ന് നമ്മൾ നേരത്തെ കാണുകയും ചെയ്തു. ആ 794 കുടുംബങ്ങൾ 17 ക്യാമ്പുകളിലായി താമസിച്ചിരുന്നത്. ഇന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ സൂചിപ്പിക്കുന്നത്, ഇന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് 4 ക്യാമ്പുകളെ അവശേഷിക്കുന്നുള്ളൂ. താൽക്കാലിക പുനരധിവാസത്തിൻ്റെ വേഗതയുടെ കരുക്ക് പിന്നെ നിങ്ങൾ നോക്കിയാൽ മതി. 794 എഫക്റ്റഡ് ഫാമിലീസ് ഉൾപ്പെടെ 983 കുടുംബങ്ങൾ 30-ാം തീയതിയും 31-ാം തീയതിയുമായിട്ടുണ്ടായിരുന്ന ക്യാമ്പുകളിൽ 4 ക്യാമ്പുകളായി തീർന്നപ്പോൾ ഇന്നുള്ളത് കേവലം 35 കുടുംബങ്ങളാണ്. ആ 35 കുടുംബങ്ങളിൽ തന്നെ 19 കുടുംബങ്ങൾ നാളെ പോകും. കൃത്യമായ കണക്കും പേരും ഞങ്ങളുടെ കയ്യിൽ, പേര് തിരിച്ച് കുടുംബങ്ങൾ തിരിച്ച് എണ്ണം തിരിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ സംശയമുണ്ടെങ്കിൽ നമുക്ക് പറയാം. അതിൽ GLPS മേപ്പാടി ഇന്ന് 6 ഫാമിലികളുണ്ട്. നാളെ 5 ഫാമിലികൾ രാവിലെ പോകും. ഒരു കുടുംബം, ഒരു ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ഒരു കുടുംബം ബാക്കിയാകും. സെൻറ്റ് ജോസഫ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 5 കുടുംബങ്ങൾ ഇന്നുണ്ട്. ക്ഷമിക്കണം, ആ 5 കുടുംബങ്ങൾ നമ്മളിപ്പോൾ എടുത്തപ്പോൾ 4 കുടുംബങ്ങളായി കുറഞ്ഞു. ഒരു കുടുംബം കൂടി വൈകുന്നേരം പോയി. അതിൽ 3 കുടുംബങ്ങൾക്ക് വീടായി നാളെ അവർ പോകും. ഒരു കുടുംബമേ ഇനി അവിടെ ബാക്കി ഉണ്ടാകും. സെൻറ്റ് ജോസഫ് UP സ്കൂൾ 8 കുടുംബങ്ങളാണ് ഇന്നുള്ളത്. അതിൽ 4 പേർ ഇന്നു തന്നെയോ നാളെ രാവിലെയോ പോകും. ബാക്കി 3, 1, 4 കുടുംബങ്ങളാണ് അവിടെ ബാക്കി ഉണ്ടാവുക. മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂൾ 17 കുടുംബങ്ങൾ ഇപ്പോഴുണ്ട്. 17 കുടുംബങ്ങളിൽ 2 പേർ ഓരോരുത്തരാണ്. ഒന്ന് നാസറും, ശബ്ദിക്കാൻ കഴിയാത്ത നാസറും അശോക് കുമാറും. ഇവരെല്ലാം കൃത്യമായി സീനത്തിനെയും ഓമന ചേച്ചിയെയും പോലെ നിങ്ങൾ ഫോൺ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ഞാനും പേര് പറയാൻ ഉദ്ദേശിച്ചത്. നാസറും അശോക് കുമാറും ഉൾപ്പെടെ അവരെ 2 പേരെയും ഓരോ ഫാമിലികളായി കൂട്ടിയാൽ 17 പേരാണ് ബാക്കി ഉണ്ടാവുക. അതിൽ 7 ഫാമിലികൾ നാളെ രാവിലെ പോകും. അപ്പം അങ്ങനെ പറഞ്ഞാൽ ഇന്നുള്ളത് 35 കുടുംബങ്ങൾ, നാളത്തോടുകൂടി 19 കുടുംബങ്ങൾ മാറും. പഞ്ചായത്ത് ക്വാർട്ടേഴ്സിൻ്റെ റിപ്പയർ പൂർത്തിയായാൽ 2 കുടുംബങ്ങൾ കൂടി മാറും. പിന്നെ ബാക്കി ഉണ്ടാവുക 14 കുടുംബങ്ങളാണ്. ആ 14 കുടുംബങ്ങളിൽ ഓരോരുത്തരെയും ഞങ്ങൾ പരിശോധിച്ചു. ഇപ്പോൾ GHS സ്കൂളിൽ ഓമന ചേച്ചി, മോഹനേട്ടൻ്റെ കുടുംബം, സെൽവരാജൻ്റെ കുടുംബം, രേവതിയുടെ കുടുംബം, പളനിസ്വാമിയുടെ കുടുംബം, അവർക്ക് ചില പ്രത്യേക സ്ഥലങ്ങളിൽ, ഈ ബാക്കി നിൽക്കുന്ന 14 കുടുംബങ്ങൾക്ക് ചില പ്രയോറിറ്റികൾ അവർ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലേക്ക് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ അയക്കണം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അവരെ വിഷമിപ്പിച്ച് പോകാൻ അനുവദിക്കരുത്. അവരെയൊക്കെ സന്തോഷത്തോടു കൂടി പോകാൻ അനുവദിക്കണം. അപ്പോൾ ചില ആളുകൾ ഞങ്ങളൊന്നുകൂടി വീട് നോക്കട്ടെ, ഞങ്ങൾക്ക് സർക്കാർ ക്വാർട്ടേഴ്സ് ആയാൽ നന്നായി, മേപ്പാടിയിൽ തന്നെ കിട്ടിയാൽ നന്നായി,
ഞാനെപ്പോഴും ഇതിനെ കരുതുക എൻ്റെ നാട്ടിലാണ് ഈ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാകും എന്ന് കരുതിയാണ്. ഉദാഹരണത്തിന് എൻ്റെ നാട് അന്തിക്കാടാണ്. അന്തിക്കാടാണ് ഈ പ്രശ്നം ഉണ്ടായതെങ്കിൽ അന്തിക്കാട് നിന്ന് കാഞ്ഞാണിയിലേക്കോ പെരുങ്ങോട്ടുകരയിലേക്കോ പോകാൻ പറഞ്ഞാൽ പോലും ഞങ്ങളുടെ കുടുംബത്തിനുണ്ടാകുന്ന ഒരു ആദ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം നമ്മുടെ ജൈവബന്ധങ്ങളാകെ ബാധിക്കപ്പെടുകയാണ്. നമ്മുടെ കുട്ടികളുടെ സ്കൂൾ പഠനം, നമ്മുടെ കുട്ടികളുടെ ജോലിയുമായി ബന്ധപ്പെട്ട അവസ്ഥ, നമ്മുടെ രക്തബന്ധങ്ങൾ, നമ്മുടെ ഹൃദയബന്ധങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ വളരെ വേഗതയിൽ അയക്കുന്നതിന് പകരം ഓരോ തവണയും സർക്കാർ കണ്ടെത്തിയ വാടക വീടുകളുടെ ലിസ്റ്റ് ക്യാമ്പുകളിൽ പ്രസിദ്ധീകരിച്ച് അതിൽ ഓപ്റ്റ് ചെയ്യാനുള്ള അധികാരം അവർക്ക് കൊടുത്ത് ആ ഓപ്റ്റ് ചെയ്യാനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചിലർ പോയിട്ട് ചിലപ്പോൾ തിരിച്ചു വരും. സാധനങ്ങളില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരും. ചിലർ അങ്ങോട്ട് പോകും. പോയി വീടെടുത്താൽ മാത്രമേ നമുക്ക് ഈ നമ്മുടെ ഫർണിച്ചർ കിറ്റ്, ഫുഡ് കിറ്റ്, ക്ലീനിങ് കിറ്റ് ഇതൊക്കെ കൊണ്ടുകൊടുക്കാൻ പറ്റൂ. അപ്പോൾ ആദ്യം പോകുമ്പോൾ അവിടെ ആ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരും. ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങൾ കണ്ടത് മുണ്ടക്കയിൽ, ഇനി ചൂരൽമലയിൽ, ഇനി പുഞ്ചിരിമറ്റത്ത്, ഇനി അട്ടാമലയിൽ ഗ്യാസ് കുറ്റി കൊണ്ടുകൊടുക്കാതെ പുതിയ ഗ്യാസ് കുറ്റി കിട്ടില്ല എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കൊണ്ടുകൊടുക്കും ഗ്യാസ് കുറ്റി? അപ്പോൾ ആ ഗ്യാസ് കുറ്റി കിട്ടാൻ 2 ദിവസം ഗ്യാസ് ഏജൻസികളിലുണ്ടായിരുന്ന ഒരു സമരം മൂലം ചെറിയ പ്രയാസം ഉണ്ടായി. അപ്പം അങ്ങനെ വന്ന് ഇന്ന് 35 കുടുംബങ്ങളെ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ. അതിൽ 19 നാളെ പോയാൽ 2 പേർ ക്വാർട്ടേഴ്സുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, അവിടേക്ക് മാറും. 14 പേർക്ക് വേറെ കുടുംബങ്ങളെ പിന്നെ പുതിയ സ്ഥലങ്ങളെ നമുക്ക് കണ്ടെത്തേണ്ടി വരും. അതിൽ തന്നെ നമുക്ക് 2 BHK ഉള്ള 3 ക്വാർട്ടേഴ്സ് മുണ്ടേരിയിൽ ഇപ്പോൾ റെഡിയാണ്. ഞായറാഴ്ചത്തോടു കൂടി അതിൻ്റെ ഫർണിഷിങ് കഴിയും. ഒരു 4 BHK, അതായത് 3 BHK ഉള്ള 3 എണ്ണവും ഒരു 4 BHK ഉള്ള 1 ഞായർ തിങ്കൾ ദിവസങ്ങളിലായി ശരിയാകും. നമുക്ക് ഷെൽട്ടർ ഹോം 6 എണ്ണം ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നുണ്ട്. വാടക വീടുകൾക്ക് പുറമെ ഇതിനാവശ്യമായിട്ടുള്ള സർക്കാർ ക്വാർട്ടേഴ്സുകളും ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നുണ്ട്.